ന്യൂസ് 18 ഓട്ടോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഡ് സൈസ് SUV സെഗ്മെന്റിലെ താരമായ ക്രെറ്റയുടെ ഇലക്ട്രിക് പതിപ്പ് ജാനുവരി 17, 2025 ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യ ലിമിറ്റഡ് ഭാരത് മൊബിലിറ്റി ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി ചെന്നൈയിൽ വെച്ച് നടന്ന ഒരു നാഷണൽ മീഡിയ ഡ്രൈവിൻ്റെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിലുള്ളത്. വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെഗ്മെന്റ് ലീഡിംഗ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇതുവരെ അവതരിപ്പിച്ച വാഹനങ്ങളിൽ ഒന്നും കാണാത്ത ചില ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഈ വാഹനത്തിലേക്കുണ്ട്. അപ്പോൾ ക്രെറ്റ ഇലക്ട്രിക് എത്തുന്നത് അവരുടെ അയോണിക് സീരീസിലെ വാഹനങ്ങളിലെ ചില ഡിസൈൻ എലിമെൻറ്റുകളും അതിൻ്റെ ഒരു ബാറ്ററി ടെക്നോളജിയോടും ഒക്കെ സാമ്യമുള്ള രീതിയിലാണ്. ലോകം മൊത്തവും അംഗീകരിച്ച ആ ഒരു ടെക്നോളജിയിൽ പൂർണ്ണമായിട്ടും ഇന്ത്യൻ മെയ്ഡായിട്ടാണ് ക്രെറ്റ ഇലക്ട്രിക് എത്തുന്നത്. ശരിക്കും ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും നിർമ്മിച്ച ഒരു ഇലക്ട്രിക് വാഹനം ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യ ഇവിടെ അവതരിപ്പിക്കുന്നത്. 1996 ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യ ലിമിറ്റഡ് ഇവിടെ എത്തുന്നത്. ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യ ലിമിറ്റഡിന്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് മിഡ് സൈസ് SUV ആണ് ക്രെറ്റ. ക്രെറ്റയെ ബേസ് ചെയ്തിട്ടാണ് ക്രെറ്റ ഇലക്ട്രിക് വരുന്നത്. ഹ്യുണ്ടായിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൊത്ത സെയിൽസിന്റെ 31% ക്രെറ്റയിലാണ് നേടുന്നത്. ക്രെറ്റ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഒരു മാസ് മാർക്കറ്റ് പ്രീമിയം EV ആയിട്ട് അവർ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു അക്സെപ്റ്റൻസ് വളരെ വലുതായിരിക്കും എന്ന് നിർമ്മാതാക്കൾ തീർച്ചയായിട്ടും കരുതുന്നു. പക്ഷേ കടുത്ത മത്സരമാണ് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. ഈ വാഹനത്തിന്റെ ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ MG ZS EV, ടാറ്റ കർവ് EV, വരാൻ പോകുന്ന ഹാരിയർ EV, അതുപോലെ തന്നെ മാരുതി വിറ്റാര ഇലക്ട്രിക്, മഹീന്ദ്ര BE6, അതുപോലെ ഇതിന്റെ ശരിക്കും ഡയറക്റ്റ് റൈവൽ എന്ന് പറഞ്ഞാൽ ഈ വിറ്റാരയും BE6 ആയിരിക്കും. ഈ വാഹനത്തിലേക്കും 2 ബാറ്ററി പാക്കുകൾ വരുന്നുണ്ട്. 2 ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന റേഞ്ചൊക്കെയുള്ള ബാറ്ററി പാക്കാണ് അവർ പറയുന്നത്. 42 kWh ബാറ്ററി പാക്കിൽ നൽകുന്ന അതിൻ്റെ ഒരു റേഞ്ച്, അതിൻ്റെ റിയൽ ലൈഫ് റേഞ്ച് അവർ വ്യക്തമാക്കിയിട്ടില്ല. 390 കിലോമീറ്ററാണ് ARAI സർട്ടിഫൈഡ് അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ. വലിയ ബാറ്ററി എന്ന് പറഞ്ഞാൽ 51.4 kWh ആണ്. അതിൽ 473 കിലോമീറ്റർ ഒക്കെ പറയുന്നു. വാഹനത്തിൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 0 നിന്ന് 100 കിലോമീറ്റർ സ്പീഡിലേക്ക് എത്താൻ 7.9 സെക്കൻഡ് മാത്രം മതിയാകും. രാവിലെയുള്ള ഡ്രൈവിൽ നമ്മൾ ഹൈവേയിൽ ശരിക്കും വിജനമായ റോഡിൽ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു മികച്ചൊരു പെർഫോമൻസ് ആണ് ഈ ഇലക്ട്രിക് ക്രെറ്റ നൽകുന്നത്. റേഞ്ച് ആൻസൈറ്റിയും അതുപോലെ തന്നെ ചാർജിങ്ങിന് എത്ര സമയം എടുക്കുന്നു എന്നുള്ളതുമാണ് ഇലക്ട്രിക് വാഹന ഓണേഴ്സിൻ്റെ ഏറ്റവും വലിയ ഒരു ടെൻഷൻ. ക്രെറ്റ ഇലക്ട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ തന്നെ നമുക്ക് DC ചാർജിങ് അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് സാധ്യമാകും. 10% മുതൽ 80% വരെയുള്ള ചാർജിങ്ങിന് 58 മിനിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ 11 kW ഉള്ള ഹോം ചാർജിങ്ങിൽ AC ചാർജിങ്ങിൽ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 10% മുതൽ 100% വരെ ചാർജിങ്, അതായത് ഫുൾ ചാർജിങ്ങിന് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ മാത്രമാണ്. ശരിക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ചാർജിങ് ടൈമാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ഉയർന്ന റേഞ്ചിലുമാണ് ഈ വാഹനം എത്തുന്നത്. ക്രെറ്റ ഇലക്ട്രിക് എത്തുന്നത് 2 ബാറ്ററി പാക്കിലാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ മോട്ടറിൻ്റെ പവറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഉയർന്ന ബാറ്ററി പാക്ക് ആയിട്ടുള്ള 51.4 kWh ബാറ്ററിക്കൊപ്പം എത്തുന്ന മോട്ടറിൻ്റെ കരുത്തെന്ന് പറഞ്ഞാൽ 120 kW അല്ലെങ്കിൽ 171 PS പവറാണ്. 42 kWh മീഡിയം റേഞ്ച് വാഹനത്തിലേക്ക് എത്തുന്നത് 99 kW അല്ലെങ്കിൽ 135 PS പവറാണ്. കടുത്ത മത്സരമാണ് EV സെഗ്മെന്റിൽ. അപ്പോൾ സെഗ്മെന്റ് ലീഡിംഗ് ഫീച്ചേഴ്സ് ആരൊക്കെ കൊണ്ടുവരും എന്നുള്ളത് വലിയ ഒരു ചർച്ചയാണ്. വാഹന നിർമ്മാതാക്കളെല്ലാം തന്നെയും കസ്റ്റമേഴ്സിനെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 11 kV വാൾ മൗണ്ടഡ് ചാർജർ ഈ വാഹനത്തിനൊപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. 100% ചാർജ് എത്താൻ 4 മണിക്കൂർ മാത്രമാണ് വേണ്ടത്. അപ്പോൾ മറ്റൊരു വാഹന നിർമ്മാതാക്കളും നൽകാത്ത ഒരു കാര്യം, അതായത് സ്മാർട്ട് കണക്ടിവിറ്റി ആ ഒരു വാൾ മൗണ്ട് ചാർജറിലേക്ക് ഹ്യുണ്ടായ് ക്രെറ്റ ഇലക്ട്രിക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മൈ ഹ്യുണ്ടായ് ആപ്പിലൂടെ ഇത് നേരിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഏറ്റവും വലിയൊരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിമോട്ട് ചാർജിങ്, അതായത് റിമോട്ട് ചാർജിങ് എന്ന് വെച്ചാൽ നമ്മളുടെ മുറിയിലിരുന്നോ നമുക്ക് എവിടെ ഇരുന്നോ വേണമെങ്കിൽ ഇത് സ്റ്റാർട്ട് സ്റ്റോപ്പ് ചെയ്യാം. അതായത് വാഹനത്തിൻ്റെ ചാർജിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഓട്ടോ ഷെഡ്യൂളിംഗ്, അതായത് ചാർജിങ്ങിനെ ഓട്ടോ ഷെഡ്യൂളിംഗ് നമുക്ക് നടത്താം. അതേപോലെ തന്നെ ഓവർ ദ എയർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് കിട്ടും. ഈ ചാർജിങ്ങിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, മോണിറ്റർ ചെയ്യാം. ചാർജിങ് സെഷൻസ്
തീരുമാനിക്കാം, അതുപോലെ തന്നെ റിമോട്ട് നോട്ടിഫിക്കേഷൻസും കിട്ടും. ഇത് തീർച്ചയായിട്ടും വലിയൊരു നല്ല കാര്യമായിട്ട് തന്നെ പറയണം. നമ്മളുടെ വാഹനത്തെ എപ്പം ചാർജ് ചെയ്യണം, എപ്പം ആ ചാർജിങ് സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഹ്യുണ്ടായി ആപ്പിലൂടെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ നല്ല ഒരു കാര്യമാണ്. അത് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നു, കാരണം അതിൻ്റെ സുരക്ഷ എല്ലാ കാര്യങ്ങളും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. വളരെ നല്ലൊരു ഫീച്ചറായിട്ട് തന്നെ ഇതിനെ പറയുന്നു. ബോൾഡ് മസ്കുലാർ സ്പേഷ്യസ് EV ആയിട്ടാണ് ഹ്യുണ്ടായി ക്രെറ്റ ഇലക്ട്രിക്കിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ക്രെറ്റ ഐസ് മോഡൽസിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ വന്നിരിക്കുന്ന ഇലക്ട്രിക് ക്രെറ്റ പല എലിമെൻറ്റിലും അതിനോട് സാമ്യം തോന്നുമെങ്കിലും ഒരുപാട് യൂണിക് ഫീച്ചേഴ്സ് കൊണ്ട് ക്രെറ്റ ഇലക്ട്രിക് വേറിട്ട് നിൽക്കുന്നു. ഇതിൻ്റെ മുൻഭാഗം തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം. ഒരു ഇലക്ട്രിക് ക്രെറ്റ എങ്ങനെയാവണം എന്ന് ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ ലിമിറ്റഡ് ക്രെറ്റ ഇലക്ട്രിക്കിലൂടെ ഡിസൈനിലൂടെ നമ്മളെ കാണിച്ചു തന്നിരിക്കുകയാണ്. ഹ്യുണ്ടായി ഗ്ലോബൽ പിക്സൽ ലാംഗ്വേജിൻ്റെ ഇൻസ്പിറേഷനിലാണ് ക്രെറ്റ ഇലക്ട്രിക് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇലക്ട്രിഫൈഡ് അപ്പീൽ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പിക്സലേറ്റഡ് ഗ്രില്ലും ലോവർ ബമ്പറും ഒക്കെ തന്നെയാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഹൊറിസോണ്ടൽ പാറ്റേണിലാണ് ഇതിൻ്റെ ലൈറ്റുകളൊക്കെ തന്നെയും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്രൈറ്റ് ബോണറ്റ് തന്നെയാണ്. വലിയൊരു ഗാംഭീര്യം ഈ ഒരു അപ്രൈറ്റ് ബോണറ്റ് പൊസിഷൻ കൊണ്ട് ക്രെറ്റയ്ക്ക് ലഭിക്കുന്നുണ്ട്. പിക്സലേറ്റഡ് ഗ്രാഫിക് തീമാണ് ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. പിക്സലേറ്റഡ് ഗ്രാഫിക് തീം എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേണിനാണ് അവർ പറയുന്നത്. ഈ ഒരു ഫ്രണ്ടിൽ കാണുന്ന ഈ പിക്സലേറ്റഡ് തീം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഡിസൈൻ ലാംഗ്വേജ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ച നമുക്കിത് റിയറിലും കാണാൻ പറ്റും. ശരിക്കും ഇതിൻ്റെ ഒരു ലോവർ ബമ്പറിലേക്കും ആ ഒരു എലിമെന്റ് വന്നിട്ടുണ്ട്. ഇതിൽ ഒരു വലിയ കൗതുകമുള്ള ഒരു സെഗ്മെന്റ് ഫസ്റ്റ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതായത് ആക്റ്റീവ് എയർ ഫ്ലാപ്സ് ഇതിലേക്ക് വന്നിരിക്കുന്നു. ആക്റ്റീവ് എയർ ഫ്ലാപ്സ് എന്ന് പറഞ്ഞാൽ ആവശ്യാനുസരണം മാത്രം ഓപ്പൺ ചെയ്യും. വാഹനത്തിന് കൂളിംഗ് കൂടുതൽ വേണമെന്ന് തോന്നുന്ന സമയത്ത് വാഹനം അത് സെൻസ് ചെയ്തിട്ട് വാഹനം ഓടുമ്പോൾ മാത്രം ഓപ്പൺ ആകുന്ന എയർ ഫ്ലാപ്സ് ആണ് ഈ ഒരു ലോവർ ബമ്പറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ശരിക്കും അയോണിക് 5-ൽ നിന്ന് എടുത്ത ഒരു എലിമെന്റ് ആണ്. ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരു വാഹന നിർമ്മാതാക്കളും ഇന്നുവരെ ഇത് കൊണ്ടുവന്നിട്ടില്ല. ആക്റ്റീവ് എയർ ഫ്ലാപ്സ് അത് ഹ്യുണ്ടായി ക്രെറ്റയിൽ വന്നിരിക്കുന്നു. ഇതിന്റെ എയറോ ഡൈനാമിക്സിന്, അതുപോലെ തന്നെ റേഞ്ച് വർദ്ധിപ്പിക്കാൻ, അതുപോലെ തന്നെ വാഹനത്തിന്റെ കൂളിംഗ് സിസ്റ്റത്തിന് ഒക്കെ തന്നെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സംഗതിയാണ്. എയർ ഡ്രാഗ് ഒക്കെ തന്നെ ഒഴിവാക്കാൻ ഈ ഒരു ആക്റ്റീവ് എയർ ഫ്ലാപ്സ് സഹായിക്കുന്നു. ഇതിനകത്തേക്ക് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചാർജിങ് ഇവിടെയായിട്ടാണ് വരുന്നത്. ഈ പിക്സലേറ്റഡ് ഗ്രില്ലിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത ചാർജിങ് ആണ് ഇവിടെ വരുന്നത്. ഇതിനകത്തേക്ക് ക്യാമറ, റഡാർ, അതായത് ഹഡാസ് ലെവൽ 2 സൗകര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്യാമറയൊക്കെ ഇവിടെയായിട്ട് വരാം. വളരെ സ്ലീക്ക് ആയിട്ടുള്ള LED DRLs ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാം ഒരു ഹൊറിസോണ്ടൽ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നും ഇവിടെയൊക്കെ സെൻസേഴ്സ് ഒക്കെ തന്നെ കാണാം. മുൻഭാഗത്തുള്ള സ്റ്റോറേജ് സ്പേസിന് വാഹന നിർമ്മാതാക്കൾ നൽകിയിരിക്കുന്ന പേരാണ് ഫ്രങ്ക്. അതായത് ഫ്രണ്ട് ട്രങ്ക് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അതായത് സ്റ്റോറേജ് സ്പേസ് എത്രത്തോളം കൂട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഈ വാഹനത്തിൽ ക്രെറ്റ ഇലക്ട്രിക്കലി 22 ലിറ്റർ ഫ്രങ്ക് സ്പേസ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ തന്നെ സൂക്ഷിക്കാം. ചാർജിങ് സോക്കറ്റ് ഒക്കെ തന്നെയും ഇവിടെയായിട്ട് സൂക്ഷിക്കാം. പിക്സലേറ്റഡ് ഗ്രില്ലിനോട് ചേർന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് വരുന്നത്. അപ്പോൾ ക്രെറ്റ ഇലക്ട്രിക്കിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനം ചാർജിങ് ആയി എന്നൊക്കെയുള്ള ഒരു ഇൻഡിക്കേഷൻ ഇതിൽ കൃത്യമായിട്ട് വരുന്നുണ്ട്. മുൻഭാഗത്ത് തന്നെയാണ്. അപ്പം നമുക്ക് പാർക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ വളരെ ഈസി ആയി തന്നെ ഇതിൻ്റെ ഒരു ചാർജിങ് സാധ്യമാകും. അപ്പോൾ സൈഡ് ചാർജിങ്ങിനേക്കാൾ കൂടുതൽ കൺവീനിയൻ്റ് ആണ് ഇലക്ട്രിക് വാഹനങ്ങളിലെ മുൻഭാഗത്ത് വരുന്ന ചാർജിങ് സോക്കറ്റ്. ഇപ്പോൾ മിക്ക വാഹന നിർമ്മാതാക്കളും അങ്ങനെ തന്നെയാണ് നൽകുന്നത്. മറ്റൊന്ന് കൂടി പറയാനുണ്ട്, ഇതിനകത്തേക്ക് ഡിജിറ്റൽ കീ വന്നിട്ടുണ്ട്. അപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാനും വാഹനം ലോക്ക് ചെയ്യാനും വാഹനം അൺലോക്ക് ചെയ്യാനും ഇതിൽ ഡിജിറ്റൽ കീക്ക് സാധിക്കും. അതിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ 4 സെൻറ്റിമീറ്റർ അകലത്തിൽ ഈ വാഹനത്തെ ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം, എല്ലാം തന്നെ ചെയ്യാം. അപ്പോൾ സ്മാർട്ട് വാച്ചുമായിട്ടും സ്മാർട്ട് ഫോണുമായിട്ടും സ്മാർട്ട് കീ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് വാഹനത്തെ ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. മുൻകാഴ്ച പോലെ തന്നെ ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ സൈഡ് പ്രൊഫൈലും വളരെ ഇംപ്രസീവാണ്. ഇവിടെ നിന്ന് ഇവിടെ വരെ ഉള്ള ഇതിൻ്റെ ഒരു പൊക്കം എന്ന് പറഞ്ഞാൽ 1655 mm ആണ്. ഒരു വാഹനത്തിലേക്ക് കയറാനും ഇറങ്ങാനും എളുപ്പം സാധിക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും ഇറങ്ങാനും കയറാനും, അതായത് നമ്മൾ കുനിയുക ഒന്നും തന്നെ വേണ്ട, 1655 mm ഹൈറ്റാണ് ഈ വാഹനത്തിലേക്ക് ഉള്ളത്. അതുപോലെ തന്നെ ഹൈ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വന്നിരിക്കുന്നത്. ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത് ലോ റോളിംഗ്
റെസിസ്റ്റൻസ് ഉള്ള 17 ഇഞ്ച് എയ്റോ അലോയ് വീലാണ് വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. മിക്കവാറും ഇലക്ട്രിക് വാഹനങ്ങളിലേക്കെല്ലാം തന്നെയും അതായിരിക്കും വന്നിരിക്കുക. അപ്പോൾ എയറോഡൈനാമിക്സിന് ഒരുപാട് പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള വാഹനമാണ്. ഇതിൻ്റെ റേഞ്ചിനെയൊക്കെ ഒരുപാട് സഹായിക്കുന്ന രീതിയിലാണ് ഈ ലോ റോളിംഗ് റെസിസ്റ്റൻസ് ഉള്ള അലോയ് വീൽ നൽകുന്നതിലൂടെ വാഹന നിർമ്മാതാക്കൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും സൈഡ് പ്രൊഫൈൽ നമുക്ക് ഒരുപാട് ഇഷ്ടമാകും. വാഹനത്തിൻ്റെ നീളം 4340 mm ആണ്. ഇതിൻ്റെ ഒരു വീൽ ബേസ്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അവർ ഈ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് തന്നെ ബോൾഡ് പ്രീമിയം സ്പേഷ്യസ് EV എന്നുള്ള നിലയിലാണ്. 2610 mm ആണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ്. അതുപോലെ തന്നെ വീതി 1790 mm ആണ്. മൊത്തത്തിൽ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് ക്രെറ്റ ഇലക്ട്രിക്കിനെ തീർച്ചയായിട്ടും വിളിക്കാം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ പിൻകാഴ്ചയിലേക്ക് പോകാം. ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ മുൻഭാഗത്തെ ഡിസൈൻ്റെ തുടർച്ച തന്നെയാണ് റിയറിലും നമുക്ക് കാണാൻ പറ്റുന്നത്. പിക്സലേറ്റഡ് ഗ്രിൽ ഇവിടെയായിട്ടും കാണാം. സെൻസേഴ്സ് ഒക്കെ ഇവിടെയായിട്ട് വന്നിട്ടുണ്ട്. ഇലക്ട്രിക് എന്നുള്ള ഒരു ബാഡ്ജിങ് വന്നിരിക്കുന്നു. ക്രെറ്റ എന്നുള്ള ബാഡ്ജിങ് വന്നിരിക്കുന്നു. ഹെൻഡയുടെ ലോഗോ ഇവിടെയായിട്ട് വന്നിരിക്കുന്നു. ഷാർക്ക് ഫിൻ ആൻറ്റിന വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോയിലർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ LED റിയർ ലൈറ്റ്സ് എല്ലാം തന്നെയും മുൻഭാഗത്തെ ഡിസൈൻ്റെ തുടർച്ചയാണ്. ഹൊറിസോണ്ടൽ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള റിയർ കാഴ്ചയാണ് ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ എന്ന് പറയാം. മിഡ് സൈസ് ഇലക്ട്രിക് SUV എന്ന് പറഞ്ഞാൽ ഫാമിലിക്ക് മൊത്തത്തിൽ യാത്ര ചെയ്യാനും അതുപോലെ തന്നെ ദീർഘദൂര യാത്രയ്ക്കും ഒക്കെ അനുയോജ്യമായ ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കസ്റ്റമേഴ്സിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ്. ഇതിൻ്റെ ബൂട്ടിലായിട്ട് 433 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വാഹന നിർമ്മാതാക്കൾ നൽകിയിരിക്കുന്നത്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻ ക്യാബിൻ കംഫർട്ട്, കൺവീനിയൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത് ബോസിൻ്റെ പ്രീമിയം സൗണ്ട് സിസ്റ്റമാണ്. 8 സ്പീക്കേഴ്സാണ് വന്നിരിക്കുന്നത്. അതിൽ ഒരു സ്പീക്കർ ഇവിടെയായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ വാഹനത്തിലേക്ക് സ്പെയർ വീൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മളുടെ ഒക്കെ ഒരു കൺസേൺ ആണ്. എന്തായാലും സ്പെയർ വീൽ ചാർജിങ് സംവിധാനങ്ങൾ ഒക്കെ തന്നെ ഇവിടെയായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്രെറ്റ എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ക്രെറ്റ ഇലക്ട്രിക് എത്തുന്നത് 10 മനോഹരമായിട്ടുള്ള കളർ ഓപ്ഷനുകളിലാണ്. ഇതിൽ 2 ഡ്യുവൽ ടോൺ ഓപ്ഷനാണ്. 8 മോണോടോൺ കളറുകളാണ് വരുന്നത്. അതിൽ തന്നെ 3 മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ്. അപ്പം നമ്മളോടൊപ്പം എത്തിയിരിക്കുന്ന വാഹനം ഓഷ്യൻ ബ്ലൂ മാറ്റ് ഫിനിഷിലുള്ള വാഹനമാണ്. ഇത് അവരുടെ കമ്മ്യൂണിക്കേഷൻ കളർ കൂടിയാണ്. ശരിക്കും ഒരു ആകാശ നീലയെന്നൊക്കെ തന്നെ പറയാം. വളരെ ഒരു പ്രീമിയം ലുക്ക് ഇതിന് തോന്നുന്നുണ്ട്. ശരിക്കും ഈ അടുത്തിടയിലുണ്ടായ കുറേ അധികം EV വാഹനങ്ങളിൽ ഇത് കണ്ടു. വാഹനം എത്തുന്നത് 4 വേരിയന്റുകളിലാണ്. എക്സിക്യൂട്ടീവ്, സ്മാർട്ട്, പ്രീമിയം, എക്സലൻസ് എന്ന് പറഞ്ഞ 4 വേരിയന്റുകളിലായിട്ട് ക്രെറ്റ ഇലക്ട്രിക് നിങ്ങൾക്ക് ലഭിക്കും. ബാറ്ററിയുടെ സുരക്ഷ, അതുപോലെ തന്നെ ബാറ്ററിയുടെ വാറണ്ടി, ഇത് രണ്ടും ഇലക്ട്രിക് വാഹനം വാങ്ങിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ ആണ് ക്രെറ്റ ഇലക്ട്രിക്കിന്റെ വാറണ്ടി. അതുപോലെ തന്നെ IP67 സുരക്ഷയിലാണ് വാഹനം എത്തുന്നത്. ഡസ്റ്റ് പ്രൂഫ്, വാട്ടർ പ്രൂഫ് ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതേപോലെ -35 ഡിഗ്രി സെൽഷ്യസിൽ വരെ വാഹനം പെർഫോം ചെയ്യും. വളരെ നന്നായിട്ട് പെർഫോം ചെയ്യും. അത്തരം ടെസ്റ്റുകളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നു. ബാറ്ററി ഡ്രോപ്പ് എന്ന് പറയുന്ന ടെസ്റ്റും ഇത് പാസ്സായി. 16 അടി പൊക്കത്തിൽ നിന്ന് ബാറ്ററി ഡ്രോപ്പ് ചെയ്താൽ പോലും ബാറ്ററി പൂർണ്ണമായിട്ടും സേഫാണ്. ഇംപ്രസീവ്, ഇന്നോവേറ്റീവ് എന്ന് ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ ഇന്റീരിയറിനെ നമുക്ക് പറയാൻ പറ്റും. ശരിക്കും എക്കോ ഫ്രണ്ട്ലി നേച്ചർ ഇതിൻ്റെ ഉള്ളിലെല്ലാം കാണാം. പ്രത്യേകിച്ചും സീറ്റുകളുടെ കാര്യത്തിൽ റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടാണ് സീറ്റുകളുടെ ഫാബ്രിക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ കോൺ എക്സ്ട്രാക്ട് കൊണ്ടാണ് ഇതിനകത്തെ ആർട്ടിഫിഷ്യൽ ലെതർ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നടുക്കായിട്ട് അവർ ക്രെറ്റ ഇലക്ട്രിക് എന്ന് പറഞ്ഞ ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ 8 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിനകത്തേക്ക് മെമ്മറി ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. വാഹനത്തിലേക്ക് ഡ്യുവൽ സോൺ ക്ലൈമറ്റിക് കൺട്രോൾ ആണ് വന്നിരിക്കുന്നത്. മറ്റൊന്ന് പറയാനുള്ളത്, ശരിക്കും ഓഷ്യാനിക് ബ്ലൂവിന്റെ ഒരു ആംബിയൻ ലൈറ്റിംഗ് സെൻട്രൽ കൺസോളിന്റെ ഇവിടെയായിട്ട് വന്നിരിക്കുന്നു. ഈ ഒരു ബ്ലൂവിന്റെ എലിമെന്റ് വാഹനത്തിലെ ഉൾഭാഗത്ത് മൊത്തത്തിൽ ഒരു തീം കളറായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും ഗ്രാനൈറ്റ് ഗ്രേയിലും ഡാർക്ക് ബ്ലൂവും കലർന്ന ഡ്യുവൽ ടോൺ ഇന്റീരിയർ തീമാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. മൊത്തത്തിൽ ഇതിന്റെ അപ്പർ പോർഷൻ ഒക്കെ തന്നെ ഗ്രേ ആണ്. നല്ല ലൈറ്റ് ആംബിയൻസ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഡാർക്ക് ബ്ലൂ എന്ന് പറയുന്നെങ്കിലും കറുപ്പിനോട് വളരെ ചേർന്ന് നിൽക്കുന്നു എന്ന് തന്നെ പറയാം. ഡാഷ്ബോർഡ് ഡിസൈനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വളരെ നീറ്റാണ്, എലഗന്റ് ആണ്. അപ്പോൾ സിംഗിൾ പാനലായിട്ടാണ് ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും വരുന്നത്. 10.25 ഇഞ്ച് വലിപ്പത്തിൽ അല്ലെങ്കിൽ 26.03 സെന്റിമീറ്റർ വലിപ്പത്തിലാണ് ഇത് വരുന്നത്. ശരിക്കും ഇതിനകത്തേക്ക് സെഗ്മെന്റ് ഫസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ
ഉണ്ട്. അതായത് ടെക്നോളജിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ക്രെറ്റ ഇലക്ട്രിക് എത്തിയിരിക്കുന്നത്. ഇതുവരെ നമ്മൾ ഒരു EV വാഹനത്തിലും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം ക്രെറ്റ ഇലക്ട്രിക്കിൽ കാണാൻ പറ്റും. കാശ്മീർ ടു കന്യാകുമാരി വരെയുള്ള ഏതൊരു ചാർജിങ് സ്റ്റേഷനിൽ വെച്ച് നിങ്ങൾ ക്രെറ്റ ഇലക്ട്രിക് ചാർജ് ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ പേയ്മെൻറ്റ് ശരിക്കും ഇൻകാർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെയായിട്ടുണ്ട്. അതിലൂടെ നൽകാൻ പറ്റും. അതായത് ശരിക്കും കാറിനകത്ത് തന്നെ ഒരു വാലറ്റ് മോഡ് ഉണ്ടാകുക, അതിനകത്ത് തന്നെ ഒരു ഇൻകാർ പേയ്മെൻറ്റ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാകുക, കാറിനുള്ളിൽ ഇരുന്ന് തന്നെ നമ്മളുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലൂടെ തന്നെ ഇൻകാർ പേയ്മെൻറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിലേക്ക് വെഹിക്കിൾ ടു ലോഡ് ഫെസിലിറ്റി ഉണ്ട്. വെഹിക്കിൾ ടു ലോഡ് ഫെസിലിറ്റി ഉള്ളതുപോലെ തന്നെ കാറിനകത്തുള്ള ഉപകരണങ്ങളും നമുക്ക് ചാർജ് ചെയ്യാം. പുറത്തുള്ള, അതായത് നമ്മളൊരു പിക്നിക്കിന് പോകുന്നുവെങ്കിലും എന്തിനു പോകുന്നുവെങ്കിലും വീട്ടിലുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കണമെങ്കിലും, അതുപോലെ തന്നെ ഒരു ടെന്റ് ലൈഫിൽ നമുക്കതിനകത്ത് മ്യൂസിക് സിസ്റ്റം അല്ലെങ്കിൽ അതിനകത്തെ ലൈറ്റുകൾ ഒക്കെ തന്നെയും ഓൺ ചെയ്യണമെങ്കിൽ ഒക്കെ തന്നെയും വെഹിക്കിൾ ടു ലോഡ് പറ്റും. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഗാഡ്ജറ്റ്സിനെയും നമുക്ക് ചാർജ് ചെയ്യാം. അങ്ങനെ 2 പ്രൊവിഷനും ശരിക്കും ക്രെറ്റ ഇലക്ട്രിക്കിലുണ്ട്. മറ്റൊന്ന് പറയാനുള്ളത്, ഇതിനകത്തേക്ക് ശരിക്കും മൈ ഹിൻഡായി ആപ്പ് വരുന്നുണ്ട്. ആപ്പിലൂടെ ഒരുപാട് കാര്യങ്ങൾ സാധിക്കും. അതുപോലെ തന്നെ ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി ഉണ്ട്. ശരിക്കും സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ 83-ലധികം ബ്ലൂ ലിങ്ക് കണക്റ്റഡ് ആപ്പ് സർവീസ് വരും. അതുപോലെ തന്നെ ഇന്റർനെറ്റ് സൗകര്യം ഇല്ലെങ്കിൽ തന്നെയും ശരിക്കും 163 വോയിസ് എനേബിൾഡ് കമാൻഡ്സ് ഹിന്ദിയിലും ഒക്കെ തന്നെയും ഈ വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. വലിയ ഒരു സൺറൂഫാണ് ക്രെറ്റ ഇലക്ട്രിക്കിൽ നൽകിയിരിക്കുന്നത്. കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ് ക്രെറ്റ ഇലക്ട്രിക്കിൽ നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ വളരെ ഡീപ്പായ ഒരു ഗ്ലൗ ബോക്സ് എന്ന് തീർച്ചയായിട്ടും പറയാം. ഇവിടെയായിട്ടൊരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്, ഗ്രിപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വാഹനത്തിലേക്ക് വയർലെസ് ചാർജിങ് സൗകര്യം വരുന്നുണ്ട്. അതേപോലെ തന്നെ ചാർജിങ് സോക്കറ്റുകൾ ഇവിടെയായിട്ട് വരുന്നുണ്ട്. നല്ല ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെയായിട്ട് വരുന്നു. സെൻട്രൽ കൺസോളിന് ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലൂ നിറത്തിലുള്ള ഒരു ആംബിയൻ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനുള്ള റോട്ടറി നോബ് ഇവിടെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ഹോൾഡ് പാർക്കിംഗ്, അതുപോലെ തന്നെ ആ സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. പാർക്കിങ്ങിൽ ക്യാമറ പ്രൊവിഷൻ വേണമെങ്കിൽ അതിനുള്ള സൗകര്യവുമുണ്ട്. വാഹനത്തിൽ ശരിക്കും വെന്റിലേറ്റഡ് സീറ്റുകൾ വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളാണ്. 8 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവറുടെയും കോ ഡ്രൈവറുടെയും സീറ്റുകളാണ്. സെൻട്രൽ കൺസോളിന്റെ ഇവിടെയായിട്ടൊരു സ്റ്റോറേജ് സ്പേസ്, വലിയ സ്റ്റോറേജ് സ്പേസ്, അതും കൂൾഡ് ആണ് എന്നുള്ളത് ഒരു പുതിയ സംഗതിയായിട്ട് തന്നെ ക്രെറ്റ ഇലക്ട്രിക്കിൽ വന്നിരിക്കുന്നു. 2 കൂളിംഗ് ഓപ്ഷൻ ഇൻ ക്യാബിനിൽ നമുക്ക് ലഭ്യമാണ്. അതേപോലെ തന്നെ അഡാസ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് മുന്നിൽ പോകുന്ന വാഹനത്തെ അഡാസ് സൗകര്യത്തിലൂടെ സെൻസ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യണം എന്ന് വാഹനം തീരുമാനിക്കുന്നു. അതിലൂടെ നമുക്ക് റീജനറേറ്റീവ് എനർജി കിട്ടും. അതുപോലെ ഈ വാഹനത്തിലേക്ക് സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് ഉണ്ട്. ഇതിനകത്തേക്ക് ഷിഫ്റ്റ് ബൈ വയർ ടെക്നോളജി വന്നിട്ടുണ്ട്. പ്രീമിയം ഇൻകാർ എക്സ്പീരിയൻസ് ആണ് ക്രെറ്റ ഇലക്ട്രിക്കിൽ വന്നിരിക്കുന്നത്. ഇതിനകത്തേക്ക് 8 സ്പീക്കേഴ്സ് വരുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇതുപോലെ ഇൻകാർ മ്യൂസിക് സ്ട്രീമിംഗ് ഇതിനകത്തേക്കുണ്ട്. ജിയോ 7 സബ്സ്ക്രിപ്ഷൻ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വളരെ കംഫർട്ട് നൽകുന്ന ഒന്നാണ്. അതുപോലെ 268 വോയിസ് കമാൻഡ്സ് ഉണ്ട്. ഹ്യുണ്ടായി ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റിയിലൂടെ നമുക്ക് 70 കണക്റ്റഡ് ഫീച്ചേഴ്സ് ഈ വാഹനത്തിന്റെ ഡ്രൈവിംഗിലുടനീളം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. ക്ലാസ് ലീഡിംഗ് ഇന്റീരിയർ സ്പേസ് ആണ് ക്രെറ്റ ഇലക്ട്രിക്കിൽ. സെക്കൻഡ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്ഥലമാണ്. 2610 mm ആണ് ഇതിൻ്റെ വീൽ ബേസ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം സെഗ്മെന്റ് ലീഡിംഗ് ലെഗ് റൂമാണ്. ഇതിൻ്റെ ഒരു അളവെന്ന് പറഞ്ഞാൽ 950 mm ആണ്. നല്ല ഹെഡ് റൂം, നല്ല ലെഗ് റൂം, നല്ല സീറ്റിംഗ് കംഫർട്ട്. അതേപോലെ തന്നെ ഇവിടെ ഡ്യുവൽ കപ്പ് ഹോൾഡർ ഉണ്ട്. ഈ ഒരു ഹെഡ് റെസ്റ്റുകളെല്ലാം തന്നെ സ്ലൈഡിംഗ് ആണ്. ശരിക്കും മുൻഭാഗത്ത് സീറ്റ് അപ്പോൾസ്ട്രിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിനകത്തേക്ക് കുറെ കൂടി ബ്ലാക്ക് എലിമെന്റ് വന്നിട്ടുണ്ട്. ഇവിടെ ചാർജിങ് സോക്കറ്റ് വന്നിരിക്കുന്നു. അതുപോലെ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണ് ഇതിലെന്ന് പറഞ്ഞു. അപ്പം റിയർ AC വെന്റുകൾ നൽകിയിട്ടുണ്ട്. ശരിക്കും ഫ്ലാറ്റ് ആയിട്ടുള്ള, കാലുകൾ നീട്ടി ഇരിക്കാൻ പറ്റുന്ന, വളരെ സുഖമായി ഇരിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് ട്രേ ഉണ്ട്, ലാപ്പോ ഇതുകളൊക്കെ തന്നെ ചെയ്യാം. സീറ്റുകളുടെ പിന്നിലായിട്ട് പൗച്ചും നൽകിയിട്ടുണ്ട്. മൊത്തത്തിൽ ക്രെറ്റ ഇലക്ട്രിക്കിന്റെ ഇൻ ക്യാബിൻ എക്സ്പീരിയൻസ് എല്ലാ അർത്ഥത്തിലും നല്ലതാണെന്ന് പറയാം. കുറ്റമായിട്ട് നമുക്ക് ഒന്നും പറയാനില്ല. വളരെ നീറ്റ് ആൻഡ് എലഗന്റ്, കംഫർട്ട് ആണെങ്കിലും കൺവീനിയൻസ് ആണെങ്കിലും ടെക്നോളജിയുടെ സമൃദ്ധിയാണെങ്കിലും ഒക്കെ തന്നെ വളരെ വളരെ ഇംപ്രസീവ് ആണ് ക്രെറ്റ ഇലക്ട്രിക്കിന്റെ ഇന്റീരിയർ. ക്രെറ്റ
ഇലക്ട്രിക്കിന്റെ ഓൾറൗണ്ട് സേഫ്റ്റിയെ കുറിച്ചിട്ട് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള വിവരങ്ങളാണ് നൽകാൻ പറ്റുന്നത്. ശരിക്കും ഈ വാഹനത്തിന്റെ ബോണറ്റ് ആണെങ്കിലും ഇതിന്റെ ബൂട്ട് ആണെങ്കിലും ഒക്കെ തന്നെ തുറക്കുമ്പോൾ വളരെ ഭാരമേറിയ, അതായത് ഡോറിന്റെ ഒക്കെ തന്നെയും ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ഒരു റിജിഡിറ്റി ഒക്കെ തന്നെ അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ശരിക്കും 75% അഡ്വാൻസ്ഡ് ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ കൊണ്ടാണ് ക്രെറ്റ ഇലക്ട്രിക് നിർമ്മിച്ചിരിക്കുന്നത്. വാഹനത്തിന്റെ സേഫ്റ്റി റേറ്റിംഗ് ഒന്നും തന്നെ വ്യക്തമല്ല. വാഹനം ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്തേക്ക് 6 എയർ ബാഗുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരുപാട് സേഫ്റ്റി, 52-ലധികം സേഫ്റ്റി ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. 75-ലധികം ആക്റ്റീവ് ആൻഡ് പാസീവ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. വളരെ ക്ലാരിറ്റിയുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലെ 360-ഡിഗ്രി ക്യാമറ നമുക്ക് യാത്രയിലുടനീളം ഗുണം ചെയ്തു. അതുപോലെ തന്നെ അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റത്തിലെ പല ഫീച്ചേഴ്സുകളും ശരിക്കും ചെന്നൈയിലെ തിരക്കേറിയ റോഡുകളിലൂടെ അതുപോലെ തന്നെ ഹൈവേകളിലൂടെ ഒക്കെ പോയപ്പോൾ ഗൈഡ് ചെയ്തു എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ഇതിനകത്ത് ശരിക്കും ലെയിൻ കീപ്പ് അസിസ്റ്റ് ആണെങ്കിലും ഫോർവേഡ് കൊളിഷൻ വാർണിംഗ് ആണെങ്കിലും ബ്ലൈൻഡ് സ്പോട്ട് കൊളിഷൻ വാർണിംഗ് ആണെങ്കിലും സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ ആണെങ്കിലും ഒക്കെ തന്നെ ഒരുപാട് ഗുണം ചെയ്തു. 19 ടെക് എനേബിൾഡ് ഫീച്ചേഴ്സ് ആണ് അഡാസ് ലെവൽ 2-ലായിട്ട് എത്തുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഓൾ വീൽ ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. ഇലക്ട്രോണിക് പാർക്കിംഗ് വരുന്നുണ്ട്. ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റും ഹിൽ ഡിസൻ കൺട്രോളും വരുന്നുണ്ട്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട്. വാഹനത്തിന്റെ കരുത്തെന്ന് പറഞ്ഞാൽ അതിന്റെ അഡ്വാൻസ്ഡ് ഹൈ സ്ട്രെങ്ത് സ്റ്റീലാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. 75% അതുകൊണ്ട് ആണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഇലക്ട്രിക് ക്രെറ്റയുടെ സുരക്ഷ നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. മൊത്തത്തിൽ നമ്മൾ ഇന്ന് 150 കിലോമീറ്ററോളമാണ് ഓടിച്ചത്. സ്പോർട്സ് മോഡിലും ഇക്കോ മോഡിലും നോർമൽ മോഡിലും ഒക്കെ തന്നെ ഓടിച്ചു. ശരിക്കും ഇതിൻ്റെ ഡ്രൈവ് മോഡ്സ് ഇവിടെ തന്നെയാണ്. ശരിക്കും ഈ റോട്ടറി നോബിലൂടെ വളരെ ഈസി ആയിട്ട് വളരെ ക്ലാരിറ്റിയോടെ തന്നെ നമുക്കിത് ചെയ്യാം. നമ്മൾ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ അതിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡ്രൈവ് ന്യൂട്രൽ റിവേഴ്സ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ശരിക്കും ഒരു പെഡൽ കൊടുത്തിട്ടുണ്ട്. അത് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈസി ആയിട്ട് നമുക്ക് ഡ്രൈവ് മോഡിലേക്കും പാർക്കിങ്ങിലേക്കും റിവേഴ്സിലേക്കും ഒക്കെ തന്നെ ഇത് ചെയ്യാം. അത് വളരെ വളരെ നല്ല ഒരു കാര്യമാണ്. ഡ്രൈവിങ്ങിൽ നമ്മളുടെ ശ്രദ്ധ ഒട്ടും തന്നെ മാറാണ്ട് ശരിക്കും ഡ്രൈവറിനെ കൂടുതൽ അസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ശരിക്കും 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലിന്റെ തൊട്ടടുത്തായിട്ട് കൊടുത്തിരിക്കുന്നത് വളരെ നല്ല കാര്യമായിട്ട് തന്നെ പറയുന്നു. ശരിക്കും ഈ വാഹനം ഇന്ന് ചെന്നൈയിലൂടെ ഓടിച്ചതിന്റെ ഒരു ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് വെച്ച് ഈ വാഹനത്തിന്റെ റേഞ്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഉയർന്ന ബാറ്ററിയിലുള്ള വാഹനമാണ് നമ്മൾ ഇന്ന് ഓടിച്ചത്. അവർ റിയൽ ലൈഫിലുള്ള ശരിക്കും റേഞ്ച് പ്രസിദ്ധീകരിച്ചിട്ടില്ല. 473 കിലോമീറ്റർ പറഞ്ഞ വാഹനത്തിൽ ശരിക്കും 340-350 റേഞ്ച് ഒക്കെയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ പല മോഡുകളിലും ഒക്കെ തന്നെ ഇത് ചെയ്തു. അതിലൊരു ആവറേജ് എനിക്കൊരു 340 കിലോമീറ്റേഴ്സ് റേഞ്ച് ആണ് ഈ വാഹനത്തിൽ കിട്ടിയത്. അപ്പോൾ ഇലക്ട്രിക് വാഹനം അല്ലെങ്കിൽ മിഡ് സൈസ് SUV സെഗ്മെന്റിൽ SUV ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വാഹനം ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ അർത്ഥത്തിലും ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യ ലിമിറ്റഡിന്റെ ക്രെറ്റ ഇലക്ട്രിക് നിങ്ങൾക്കും സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ശരിക്കും ഇതിന്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ട്, അതുപോലെ തന്നെ ഇൻ ക്യാബിൻ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഇതിന്റെ ഒരു കംഫർട്ട് എലിമെന്റ്സ് ഒക്കെ തന്നെ ഒരുപാട് ഇംപ്രസീവ് ആണ്. ക്രെറ്റ ഇലക്ട്രിക്കിനെ എല്ലാ അർത്ഥത്തിലും ഇഷ്ടമായി. മറ്റൊരു വാഹനത്തിന്റെ വിശേഷങ്ങളുമായി വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.